എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഒരു പാവയ്ക്ക മെഴുക്കുവരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ച് ചൂടായി വരുമ്പോൾ 2 സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയെല്ലാം നന്നായി ചൂടായി വരുമ്പോഴേക്കും പാവയ്ക്ക എല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പാവയ്ക്ക കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അത് ഈ എണ്ണയിലേക്ക് എടുത്ത് ഇട്ടിട്ട് ആദ്യം നമുക്ക് പാവയ്ക്ക എല്ലാം വറുത്ത് കോരി മാറ്റി വെക്കണം. ഉപ്പ് പിന്നീട് ചേർത്താൽ മതി. കൂടുതൽ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. പക്ഷെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചെയ്താൽ മതി. പാവയ്ക്ക എല്ലാം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് വരെ വറക്കുമ്പോഴേക്കും ബ്രൗൺ കളറായി വരും. ആ സമയത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ പാവയ്ക്കയെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ബാക്കി ചീനച്ചട്ടിയിലുള്ള എണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങയെല്ലാം ഒരു ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കാം. തേങ്ങ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ആ സമയത്ത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് സവോളയും ചേർത്ത് കൊടുക്കാം. 2 സവോളയാണ്. 2 മീഡിയം സവോള അരിഞ്ഞതാണ്. പാവയ്ക്കയ്ക്ക് കയ്പുള്ളത് കൊണ്ടാണ് സവോള കൂടുതൽ ചേർക്കുന്നത്. ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി സവോളയെല്ലാം നന്നായി മൊരിഞ്ഞു വരണം. ഈ നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. പൊടികളെല്ലാം ഈ സവോളയിലേക്കാണ് ചേർക്കുന്നത്. അതിനുശേഷം പിരിയൻ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ പിരിയൻ മുളക് പൊടിയാണ്. മുക്കാൽ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടിയാണ് ഇതിൽ കൂടുതൽ എരിവിനായിട്ട് ചേർക്കുന്നത്. പിരിയമുളക് പൊടി കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. പൊടികളെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് സവോള ഇളക്കി ഈ പരുവത്തിലാകുന്ന സമയത്ത് വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി എടുക്കണം. ഒരു 3 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. അപ്പോൾ പാവയ്ക്ക എല്ലാം കൂടെ മിക്സ് ആയിക്കോളും. വറുത്തപ്പോൾ തന്നെ പാവയ്ക്ക 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ബാക്കി വേകാനുള്ളതും കൂടി ഈ സമയത്ത് വെന്തോളും. 3 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കാം. അപ്പോൾ പാവയ്ക്ക എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ചോറിൻ്റെയോ കഞ്ഞിയുടെയൊക്കെ കൂടെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെഴുക്ക് വരട്ടിയാണ്. പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർക്കും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയണം. താങ്ക് യു.